ദുരന്തത്തിൽ ഏർപ്പെട്ട എല്ലാ ആൾക്കാരും എന്തെങ്കിലും രീതിയിലുള്ള PTSDയുടെ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ പോയി ഞാൻ എന്തിനോട് സർവൈവ് ചെയ്തു, ആ സർവൈവ് ചെയ്തതിൻ്റെ ആ ഒരു ഗിൽറ്റ് ഇത് നേരിൽ കാണുകയൊക്കെ ചെയ്യുന്ന ഒരാളുകൾക്കും ഇതേപോലെ ട്രോമ വരാം. അന്ന് നടന്നിട്ടുള്ള ആ ഒരു ദുരന്തം അല്ലെങ്കിൽ ആ ഒരു ആഘാതം അത് വീണ്ടും ഈ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്യാം. ഡിസാസ്റ്ററിൻ്റെ വിഷ്വൽസ് അവർക്ക് കാണാൻ പറ്റും, അവരുടെ ചെവിയിൽ അതേ ശബ്ദങ്ങൾ കേൾക്കും, ആ മണം അവർക്ക് അനുഭവപ്പെടാൻ പറ്റും. ഒന്ന് പുറത്തൊക്കെ പോയി സിനിമയൊക്കെ ഒന്ന് കാണുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുക, അപ്പോൾ അതൊക്കെ മാറും എന്നുള്ളതാണ്. അങ്ങനെ മാറുന്നൊരു അവസ്ഥയല്ല. പലപ്പോഴും പാനിക് അറ്റാക്ക് അനുഭവിക്കുന്ന ആൾക്കാർ അവർ പലപ്പോഴും അതൊരു ഹാർട്ട് അറ്റാക്ക് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും കാണുന്നത്. സമാനതകളില്ലാത്ത ദുരന്ത കാഴ്ചകൾക്കാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ രാത്രി കൊണ്ട് ഉറ്റവരെയും ഉടയവരെയും നാടും വീടുമൊക്കെ നഷ്ടമായവർ. ചെറിയൊരു ശബ്ദം കേൾക്കുന്നത് പോലും ഭയപ്പെടുത്തുന്ന മാനസികാവസ്ഥയിലായിരിക്കും ഇന്ന് അവരിൽ പലരും. അത്രത്തോളം പ്രാധാന്യത്തോടെ അവരുടെ മാനസികാരോഗ്യവും ചർച്ച ചെയ്യേണ്ടതുണ്ട്. മുറിപ്പെടുത്തുന്ന ഓർമ്മകളൊക്കെ ഫ്ലാഷ് ബാക്കുകളായി എത്തുന്ന പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന അവസ്ഥയെക്കുറിച്ച് ഇന്ന് മൈൻഡ് മാറ്റേഴ്സ് സംസാരിക്കുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൈക്യാട്രിക് വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസറായ ഡോക്ടർ ടോം വർഗീസ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേരളം സങ്കടക്കടലിലാണ്. ഇപ്പോൾ വയനാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ട്രോമ എന്ന് പറയുന്നത് സർവൈവേഴ്സിൽ മാത്രമല്ല അത് കണ്ടുകൊണ്ടിരിക്കുന്നവരിലുമൊക്കെ ഭീതിപ്പെടുത്തുന്ന ഓർമ്മകളാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ സാഹചര്യത്തിൽ അവരുടെ മാനസികാരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകേണ്ടതുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയങ്ങളിലൊന്നാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അഥവാ PTSD. എത്രത്തോളം പ്രധാനമാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നുള്ള വിഷയം ഈ സാഹചര്യത്തിൽ? കേരളം അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് ഇപ്പം വയനാട് നടന്നിട്ടുള്ളത്. അപ്പം അതിൽ ഏറ്റവും പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സേഫ്റ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം. സേഫ്റ്റിയും അതുപോലെ ബേസിക് ആയിട്ടുള്ള നീഡ്സ്, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഭക്ഷണം, ഷെൽട്ടർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് അവരുടെ ഇമോഷണൽ പ്രോബ്ലംസ്, സൈക്കോളജിക്കൽ പ്രോബ്ലംസും അഡ്രസ്സ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ദുരന്തം അനുഭവിക്കുന്ന പല ആളുകളിലും അതിപ്പം ഈ ഒരു പ്രകൃതി ദുരന്തം ആവണമെന്നില്ല, യുദ്ധങ്ങൾ, ആക്സിഡൻറ്റുകൾ, ശാരീരികമോ അല്ലെങ്കിൽ ലൈംഗികമോ ആയിട്ടുള്ള ആക്രമണങ്ങൾ, അതൊക്കെ അതിജീവിച്ച് വരുന്ന ആളുകളിൽ ഒരു കുറച്ച് ശതമാനം ആളുകൾക്കെങ്കിലും ഈ ഒരു പ്രത്യേക മാനസിക അവസ്ഥ, അതിനെയാണ് നമ്മൾ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത്, അത് വരാനുള്ള സാധ്യതയുണ്ട്. അത് അവരുടെ റീഹാബിലിറ്റേഷനെ വളരെ നെഗറ്റീവായ രീതിയിൽ ബാധിക്കും. അപ്പോൾ അത് വരാതിരിക്കാനും വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്കതിനൊരു പരിഹാരം ഉണ്ടാക്കാനും നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ആ വാർത്തകളൊക്കെ കേൾക്കുമ്പോഴേ എല്ലാം നമ്മളെ വളരെയധികം സങ്കടത്തിലാഴ്ത്തുന്നതാണ്. ചിലർക്കൊക്കെ കുടുംബത്തിലെ എല്ലാവരെയും നഷ്ടപ്പെട്ടവരുണ്ട്. ഒരാളുടെ വാർത്ത കണ്ടിരുന്നു, അയാളുടെ കുടുംബത്തിലുള്ള 11 പേരെയും അയാൾക്ക് നഷ്ടമായി എന്നുള്ളത്. അങ്ങനെയുള്ള മനുഷ്യന്മാരൊക്കെ ഇനി എന്ത് പ്രതീക്ഷയിലാണ് ജീവിക്കുക എന്നുള്ളതുണ്ടല്ലോ. വലിയൊരു ആഘാതമായിട്ടാണ് അല്ലെങ്കിൽ വലിയൊരു മുറിപ്പാടുമായിട്ടാണ് അവർ ജീവിക്കേണ്ടി വരുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികളിൽ ഈ PTSD ഭാവിയിൽ ഉണ്ടാവാതിരിക്കാനും എന്തൊക്കെ രീതിയിൽ അവർക്ക് ആ കാര്യങ്ങളിൽ മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും? ഈ ട്രോമ അനുഭവിക്കുന്ന ആ സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതിനെ നമ്മൾ അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ എന്നാണ് പറയുക. അതൊരു ഒരു ഒരു രോഗാവസ്ഥയൊന്നുമല്ല. ഇറ്റ് ഈസ് എ നോർമൽ റിയാക്ഷൻ ടു ആൻ അബ്നോർമൽ ഇവൻറ്റ്. ജീവിതത്തിൽ അസാധാരണമായി ഉണ്ടായിട്ടുള്ള ഒരു പ്രതിസന്ധിയോടുള്ള നോർമലായിട്ടുള്ള റെസ്പോൺസാണ് ഈ അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻസ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പലതും നഷ്ടപ്പെട്ട ആളുകൾക്ക് ഈ ഒരു ഫേസിലൂടെ ആയിരിക്കും കടന്നു പോകുന്നുണ്ടാവുക. അതൊരു നോർമൽ റെസ്പോൺസാണ്. പക്ഷേ ആ ആഘാതമേറ്റ എല്ലാവർക്കും ഒരേപോലെ ഭാവിയിൽ PTSD വരണമെന്ന് നിർബന്ധമില്ല. ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ കണക്കുകൾ പറയുന്നത് ഏകദേശം 3 പേരിൽ ഒരാൾക്ക് PTSD എന്ന ഈ മാനസികാവസ്ഥയുടെ ലക്ഷണങ്ങൾ കാണാറുണ്ട് എന്നാണ്. 3 ഒരാളെന്ന് പറയുമ്പോൾ അതൊരു വലിയ റേറ്റ് ആയിരിക്കില്ലേ? അതെ, ഒരു 100 പേരിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും തന്നെ അത് വലിയൊരു റേറ്റ് ആണ്. അതിൽ ഈ PTSDയുടെ രോഗലക്ഷണങ്ങൾ കാണുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അത് എന്തൊക്കെ ലക്ഷണങ്ങളായിരിക്കും ഈ PTSD കൂടെ കടന്നു പോകുന്ന ഒരാൾ കാണിക്കുക? അതിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തേതെന്ന് വെച്ചാൽ റീ എക്സ്പീരിയൻസ് എന്ന് പറയും. അതായത് അന്ന് നടന്നിട്ടുള്ള ആ ഒരു ദുരന്തം അല്ലെങ്കിൽ ആ ഒരു ആഘാതം അത് വീണ്ടും ഈ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർമ്മയിൽ വരുന്നത് മാത്രമല്ല, ശരിക്കും പൂർണ്ണമായിട്ടും അവിടെ ആ ഒരു ദുരന്തത്തിൽ വീണ്ടും ആൾ ഉൾപ്പെട്ടതായിട്ടുള്ളൊരു അനുഭൂതി, ഒരു ഫീലിംഗ് അവർക്ക് വരികയാണ്. അപ്പോൾ ചിലപ്പം ആ ഒരു
ദുരന്തത്തിൻ്റെ ആ ഒരു ഡിസാസ്റ്ററിൻ്റെ വിഷ്വൽസ് അവർക്ക് കാണാൻ പറ്റും. അവരുടെ ചെവിയിൽ അതേ ശബ്ദങ്ങൾ കേൾക്കും, ആ മണം അവർക്ക് അനുഭവപ്പെടാൻ പറ്റും. അങ്ങനെ ആ ഒരു ലോകത്തേക്ക് അവർ താൽക്കാലികമായിട്ട് പോവുകയാണ്. അപ്പം ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഭയങ്കരമായിട്ടുള്ളൊരു മാനസികമായ സമ്മർദ്ദം, ഒരു ടെൻഷൻ അവർക്ക് അനുഭവപ്പെടും. അതിൻ്റെ ഭാഗമായിട്ട് നെഞ്ചിടിപ്പ് വരിക, ശരീരമാകെ വിയർക്കുക, തൊണ്ട വരളുക, ചിലപ്പം ആ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് ഓടുക, ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരാം. അപ്പോൾ ഇതേപോലെ തന്നെ കാണുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉറക്കത്തിൽ വരുന്ന ദുസ്വപ്നങ്ങളാണ്. ഇതേ ഓർമ്മകൾ തന്നെ ഉറക്കത്തിൽ സ്വപ്നങ്ങളായിട്ട് വരികയും ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും. ഇത് PTSDയുടെ സാധാരണയായി കാണുന്ന റീ എക്സ്പീരിയൻസിങ് സിംറ്റംസ് എന്ന് നമ്മൾ പറയുന്ന രോഗലക്ഷണങ്ങളാണ്. രണ്ടാമത്തേതായിട്ട് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവോയ്ഡൻസ്. അതായത് ഈ ഒരു ട്രോമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ആ ട്രോമയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കാനായിട്ട് അവർ ശ്രമിക്കും. എന്തെങ്കിലും രീതിയിൽ ഈ ഓർമ്മ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ അമിതമായിട്ടുള്ള ഉത്കണ്ഠയും അതുമായി ബന്ധപ്പെട്ട ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അവരത് അവോയ്ഡ് ചെയ്യുന്നത്. മൂന്നാമത്തതായിട്ട് നമ്മൾ കാണുന്നത് ഒരു എപ്പോഴും കൂടി നിൽക്കുന്ന ഒരു ഉത്കണ്ഠാവസ്ഥ, ഹൈപ്പർ വിജിലൻസ് എന്ന് പറയും. അപ്പം ചെറിയൊരു ശബ്ദം കേട്ടാൽ പോലും ഞെട്ടുന്ന രീതിയിൽ, അമിതമായിട്ട് സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കുന്ന രീതിയിൽ, അതുവരെ കുഴപ്പമില്ലാതെ പോയിരുന്ന ഒരാൾ അമിതമായിട്ട് ഈ ഉത്കണ്ഠേൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുക, സേഫ്റ്റി കാര്യത്തിൽ കൺസേൺ ഉണ്ടാവുക, അതൊക്കെ ഇതിൻ്റെ ഒരു ലക്ഷണങ്ങളായിട്ട് വരാം. ഇത് കൂടാതെ തന്നെ പല ആളുകൾക്കും ഗിൽറ്റ് ഫീലിംഗ്, അതായത് എൻ്റെ എന്തോ ഒരു തെറ്റ് കാരണമാണ് ഇത് സംഭവിച്ചത്. ഉദാഹരണത്തിന് ഇപ്പം ഒരു കുടുംബത്തിൽ അമ്മ മോനോട് പറയുകയാണ്, നീ ഈ വീക്കെൻഡ് ആകുമ്പോൾ വന്നോളൂ, അല്ലെങ്കിൽ ഈ ഒരാഴ്ച വീട്ടിൽ വന്ന് താമസിച്ചോളൂ. ആ സമയത്താണ് ഈ ദുരന്തം വന്നിട്ടില്ലെങ്കിൽ അത് എപ്പോഴും എൻ്റെ ഒരു തെറ്റുകൊണ്ടാണ് മോൻ നഷ്ടപ്പെട്ടു പോയത്, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായത് എന്നുള്ളൊരു ധാരണ വരും. അതേപോലെ സർവൈവേഴ്സ് ഗിൽറ്റ്, അതായത് അതിജീവിച്ച ആളുകൾക്കുണ്ടാവുന്ന അപഹർഷതാബോധം. അതായത് ഞാൻ എന്തുകൊണ്ട് സർവൈവ് ചെയ്തു, രക്ഷപ്പെട്ടു, ബാക്കിയുള്ള ആൾക്കാരൊക്കെ പോയി, ഞാൻ എന്തിനോട് സർവൈവ് ചെയ്തു, ആ സർവൈവ് ചെയ്തതിൻ്റെ ആ ഒരു ഗിൽറ്റ് പല ആളുകൾക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവെ PTSDയുടെ ഭാഗമായിട്ട് അഡൽട്ട്സിൽ കാണുന്ന ലക്ഷണങ്ങൾ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ അവർ റീക്രിയേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ? സ്വയം അവർ സ്വന്തമായിട്ട് മനസ്സിൽ ചിന്തിച്ചു കൂട്ടി ആ സിറ്റുവേഷനിലേക്ക് തന്നെ തിരിച്ചു പോവുക ചെയ്യുന്നത്. അതായത് ഇത് ചിന്തിച്ചു കൂട്ടുന്നതല്ല, അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാണ്. വരുന്ന സമയത്ത് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓർമ്മകളായിട്ടല്ല, മനസ്സിൽ നിൽക്കുന്ന പോലെയല്ല ആ അനുഭവിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും അനുഭവപ്പെടുന്നത്. അത് ആക്ച്വലി ശരിക്കും അവരാ ലോകത്തേക്ക് എത്തിപ്പെട്ടു, വീണ്ടും ആ ഒരു ദുരന്തത്തിൻ്റെ ഇടയിൽ എത്തിപ്പെട്ടു എന്നുള്ള ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ അതാണ് ഇത്രയധികം റിയാക്ഷൻ ഉണ്ടാവാൻ കാരണം. ട്രോമകൾ എല്ലാവർക്കും ഉള്ളതാണല്ലോ, പല ചെറുപ്പം തൊട്ടിട്ട് പല കൈൻഡ് ഓഫ് ട്രോമകളുടെ കൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ എന്ത് തരത്തിലുള്ള ട്രോമ അല്ലെങ്കിൽ എങ്ങനത്തെ രീതിയിലുള്ള ട്രോമയിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും ഈ PTSDയിലേക്കുള്ള സാധ്യത കൂടുതലുള്ളത്? ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മളിപ്പോൾ കണ്ട പോലത്തെ പ്രകൃതി ദുരന്തങ്ങളാണ്. എനി ഡിസാസ്റ്റർ, നാച്ചുറൽ ഓർ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്, പിന്നെ യുദ്ധങ്ങൾ, പിന്നെ ടോർച്ചറിങ്, ശാരീരികമായിട്ടുള്ള ലൈംഗികപരമായിട്ടുള്ള അതിക്രമങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് PTSD വരാനുള്ള റിസ്ക് കൂടുതലാണ്. പക്ഷെ അതിൽ എത്രത്തോളം തീവ്രമായിട്ടുള്ള ട്രോമയാണോ അത്രത്തോളം ഈ PTSD വരാനുള്ള റിസ്ക് കൂടി വരും. പക്ഷെ അത് അനുഭവിക്കണം എന്ന് മാത്രമല്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് നമുക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ വരൂ എന്ന് പറയാൻ പറ്റില്ല. ഈവൻ ബൈ സീയിങ് ഇറ്റ്, അതായത് ഇതിനെക്കുറിച്ച് ഇത് നേരിൽ കാണുകയൊക്കെ ചെയ്യുന്ന ഒരാളുകൾക്കും ഇതേപോലെ ട്രോമ വരാം. അതേപോലെ വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ ഇങ്ങനത്തെ ഒരു ഡിസാസ്റ്റർ രീതിയിൽ നഷ്ടപ്പെട്ടു എന്ന് അറിയുമ്പോൾ ഒക്കെ ഉണ്ടാവും. ആ ഒരു വിവരം ലേൺ ചെയ്യുന്ന സമയത്തും നമുക്ക് ഇതേപോലത്തെ PTSDൻ്റെ സിംറ്റംസ് വരാം. അപ്പോൾ അതിൽ ട്രോമയിൽ ഇൻവോൾവ് ആവണമെന്ന് നിർബന്ധമില്ല. ട്രോമ കാണുകയോ അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ അതിൽ ഉൾപ്പെടുകയോ ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പോലും നമുക്ക് PTSD വരാം. അതുകൂടാതെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കാണുന്ന ആളുകൾ, അതാണ് ഞാൻ ചോദിക്കാൻ വിചാരിച്ചത്. അതായത് നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുള്ള് ലാൻഡ് സ്ലൈഡിൽ വിക്റ്റിമായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഡെഡ് ബോഡീസ് ഇത്ര ഒഴുകി വരുന്നു, അങ്ങനത്തെ വാർത്തകളൊക്കെയാണ്. റിപ്പോർട്ട് ചെയ്യാൻ പോയവരുണ്ട്, അല്ലെങ്കിൽ അത് അവിടെ രക്ഷാപ്രവർത്തനം എത്തിയ ആൾക്കാരുണ്ട്, സന്നദ്ധ പ്രവർത്തകർ
പ്രവർത്തകർ, അങ്ങനെ അത് മാത്രമല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും എഫക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പോലെ PTSDയിലേക്ക് വരാം. നയിക്കാവുന്നതാണ് അതായത് അല്ലേ? ട്രോമയായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് അല്ല. ആ ഒരു ഇവന്റ് കഴിഞ്ഞു, ദുരന്തം കഴിഞ്ഞതിന് ശേഷം അവിടെ എത്തുന്ന ആൾക്കാരാണ്. പക്ഷെ എങ്കിൽ പോലും അവർ കാണുന്ന കാഴ്ചകൾ, പ്രത്യേകിച്ചും ഈ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സിൽ PTSDൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. പോലീസ് ഓഫീസേഴ്സ്, ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവർക്കൊക്കെ PTSDൻ്റെ സാധ്യത കൂടുതലാണ് ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് വളരെ റീസെൻ്റ്ലി നടന്നൊരു കാര്യം കൂടിയാണ്. നമുക്കറിയാം കുറേ പേര് അവിടെ പോയി ഹെൽപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റിപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഡോക്ടർക്ക് എന്താ അവരോട് പറയാനുള്ളത്? അതായത് PTSDയിലേക്ക് പോവാതിരിക്കാൻ അവനവന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? PTSDയെ വരാതിരിക്കാനായിട്ട് പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഫാക്ടേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, സ്വാഭാവികമായിട്ടും അവിടെ ചെല്ലുന്ന ആളുകൾക്ക് അവർ കാണുന്ന കാഴ്ചകളും അവർ കാണുന്ന സഫറിങ് അതെല്ലാം തന്നെ അവരുടെ മനസ്സിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ എഫക്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ഉള്ളിൽ വെച്ചിരിക്കാതെ അത് കൂടെ വന്ന ആളുകളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ആ ട്രോമ ഷെയർ ചെയ്യുന്ന സമയത്ത് ആ ട്രോമ കൊണ്ടുണ്ടാവുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പം അതിലും മാറ്റം തോന്നുന്നില്ല, അല്ലെങ്കിൽ അത് ഓവർവെൽമിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നമുക്കതിൽ നിന്നും വിഡ്രോ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവുക. കാരണം നമുക്ക് അവിടെ ഇഫക്റ്റീവായിട്ട് ആ സമയത്ത് ചിലപ്പം വർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. നമ്മൾ ഭയങ്കരമായിട്ട് ഓവർവെൽംഡായി ഫീൽ ചെയ്യുകയാണെങ്കിൽ താൽക്കാലികമായിട്ട് നമ്മൾ ആ സാഹചര്യത്തിൽ നിന്ന് മാറി കുറച്ചും കൂടി ആ ഒരു കമ്പോഷർ റീഗെയിൻ ചെയ്തതിന് ശേഷം തിരിച്ച് നമുക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അതാണ് യൂഷ്വലി നമ്മൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ അഡ്വൈസ് ചെയ്യുന്നൊരു കാര്യം. ഇത് അവനവന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഉറക്കം വരെ നഷ്ടപ്പെടുന്ന രീതിയിൽ ഈ വിഷ്വൽസും ഈ ഇത് ട്രോമയായിട്ട് കൂടെയുള്ള ആൾക്കാരും ഉണ്ടാവും. അവർ ഇപ്പോൾ ഒരു മെൻ്റൽ ഹെൽത്ത് എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് തേടേണ്ടത് അല്ലെങ്കിൽ ഒരു സഹായം തേടേണ്ടത് എത്ര പ്രധാനം? നിർബന്ധമായിട്ട്. അതിപ്പം ഫസ്റ്റ് റെസ്പോണ്ടേഴ്സിൻ്റെ കാര്യം മാത്രമല്ല, ജനറലി ഈ ഒരു ദുരന്തത്തിൽ ഏർപ്പെട്ട എല്ലാ ആൾക്കാരും എന്തെങ്കിലും രീതിയിലുള്ള ലക്ഷണം PTSDയുടെ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ട്. മറ്റേത് നമ്മുടെ ഇമോഷൻസ് ഷെയർ ചെയ്യണം, എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യണം എന്ന് പറയുന്നത് PTSDൻ്റെ ലക്ഷണങ്ങളും മറ്റു കാര്യങ്ങളും വരാതിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിന് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ സഹായം തേടുന്നത് തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. എല്ലാവർക്കും അറിയണമെന്നില്ല ഇത് PTSD ആണോ എന്നുള്ളത് അറിയണമെന്നില്ല. ചിലപ്പോൾ പലരും കുറച്ച് കഴിഞ്ഞാൽ ശരിയാവുമായിരിക്കും, അല്ലെങ്കിൽ ഈ കണ്ട കാഴ്ചകളുടെ പ്രശ്നമായിരിക്കും എന്ന് വെച്ച് ദിവസങ്ങൾ തള്ളി നീക്കുന്നവരും ഉണ്ടാവും. അത് ഈ ഒരു തെറാപ്പിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് എക്സ്പേർട്ടിൻ്റെയോ ചികിത്സ തേടേണ്ട സാഹചര്യം ഉണ്ടായിട്ടും അത് വൈകിപ്പിക്കുന്നതുകൊണ്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു സങ്കീർണതകൾ എന്തായിരിക്കും ഇതിൻ്റെ? അപ്പോൾ കണക്കുകൾ വെച്ച് നോക്കുന്ന സമയത്ത് PTSD ഉള്ള ആളുകളിൽ ആകെ 4-ൽ 1 മാത്രമേ ചികിത്സ തേടാനായിട്ട് എത്തുള്ളൂ. ബാക്കിയുള്ള 3 പേരും ആക്ച്വലി ഇത് ചികിത്സ തേടാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത് മനസ്സിലാവാത്തത് കൊണ്ടോ ആയിരിക്കാം. പക്ഷേ അപ്പം അങ്ങനെ ചികിത്സിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കാര്യമായ രീതിയിൽ ഈ റീഹാബിലിറ്റേഷൻ എഫക്റ്റ് ചെയ്യും. അപ്പോൾ പുനരധിവാസവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. കാരണം സംഭവിച്ചു, ഇനിയിപ്പോൾ തിരിച്ച് നോർമൽ ലൈഫിലേക്ക് പോകുന്നൊരു യാത്രയാണ്. അപ്പോൾ എല്ലാവരും ആ യാത്ര ചെയ്യുന്ന ഈ PTSD വരുന്ന സമയത്ത് അതൊരു വിലങ്ങുതടിയായിട്ട് അവിടെ നിൽക്കും. അപ്പോൾ ഈ റീഹാബിലിറ്റേഷനെ കാര്യമായ രീതിയിൽ എഫക്റ്റ് ചെയ്യും. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ജീവന് തന്നെ ഹാനി വരുന്ന രീതിയിൽ ഉള്ള ഒരു അവസ്ഥ PTSDയിൽ ഉണ്ടാവും. ഇപ്പോൾ ഈ യുദ്ധമൊക്കെ കഴിഞ്ഞ് വന്ന സോൾജേഴ്സിൻ്റെ ഇടയിൽ PTSD കാണാം. അപ്പോൾ അവിടെ ആ യുദ്ധത്തിലുണ്ടായ ബാറ്റിലായിരിക്കും അവരുടെ റീഇമാജിൻ ചെയ്യുന്നത്. ആ ഒരു ഓർമ്മയിൽ പലപ്പോഴും അവരെ അതേ സിനറിയോ ഇനാക്ട് ചെയ്യും. അങ്ങനെ സ്വന്തമായിട്ടോ മറ്റുള്ള ആൾക്കാരെ വേദനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു റിസ്ക് ഉള്ള ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ചികിത്സിക്കുന്നത് അങ്ങനത്തെ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിലോ അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ പോലും ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ അഭിപ്രായം എടുക്കുന്നതിൽ നല്ല കാര്യമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് സൂയിസൈഡൽ ടെൻഡൻസി വരെ വരില്ല കാണാം അല്ലേ? സൂയിസൈഡൽ ടെൻഡൻസി PTSDൻ്റെ ഭാഗമായിട്ട് വരാം. ഓക്കെ, കൃത്യമായിട്ട് നമ്മളത് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ മാത്രം. ശരിക്കും അപ്പോൾ ഇതൊരു വിഷാദ രോഗമായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യം? വിഷാദ രോഗവും PTSDയും ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ രണ്ടും വേറെ വേറെ രോഗാവസ്ഥയാണ്. പക്ഷെ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒരു പരിധി വരെ സെയിം ആയിട്ട് തോന്നും. അതായത് ഈ പറഞ്ഞ പോലെ അപഹർഷതാബോധം, ഗിൽറ്റ് ഫീലിംഗ്, പിന്നെ ഹോപ്പ്ലെസ്നെസ്, അതായത് ഞാൻ ഇനി ഭാവിയിൽ എൻ്റെ ലൈഫ് തീർന്നു, ഇനി അങ്ങോട്ട് മുന്നോട്ടൊന്നുമില്ല, ആരുമില്ല എന്നെ സഹായിക്കാൻ, എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള തോന്നൽ, ഇതെല്ലാം തന്നെ ഉറക്കമില്ലായ്മ,
ഇതൊക്കെ വിഷാദരോഗത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഡിപ്രഷനും PTSDയും ഒന്നല്ലെങ്കിൽ പോലും പലപ്പോഴും അവരുടെ ലക്ഷണങ്ങൾ ഓവർലാപ്പ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാം. കൗതുകം തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ട്രോമ. പക്ഷേ എന്നിട്ടും PTSD എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് അറിയാത്തവർ നിരവധി ഉണ്ട് എന്നുള്ളതാണ്. അതായത് ട്രോമ പീക്കിലേക്ക് എത്തുമ്പോൾ PTSDയിലേക്ക് എത്തുന്നു എന്നുള്ളൊരു ധാരണ ഇല്ലാത്തവർ ഉണ്ട്. അതിൽ എന്താ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ PTSD ചിലപ്പോൾ ട്രോമ കഴിഞ്ഞ് അപ്പോൾ തന്നെ വരുന്ന ഒരു അവസ്ഥയല്ല. പലപ്പോഴും ഒരു ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ തന്നെ വരികയാണെങ്കിൽ പലപ്പോഴും നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സാധാരണ ഒരു 3 മാസത്തിനുള്ളിലാണ് PTSDൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുക. ഒരു ട്രോമ സംഭവിച്ചിട്ട് ഏകദേശം 3 മാസത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും വരാം. ട്രോമ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലിയോ അല്ലെങ്കിൽ ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമോ വരാം. പക്ഷേ സാധാരണയായി കാണുന്നത് ഏകദേശം ഒരു 3 മാസത്തിനുള്ളിലാണ് അതിൻ്റെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ഈ ട്രോമയും PTSDയും തമ്മിൽ. അതുകൊണ്ടായിരിക്കാം ഒരു പരിധിവരെ അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാതെ പോകുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷവും വരാം. ചില ആളുകളിൽ വർഷങ്ങൾക്ക് ശേഷവും PTSDൻ്റെ ലക്ഷണങ്ങൾ പുതുതായിട്ട് വന്നതായിട്ട് കാണാറുണ്ട്. പക്ഷേ അത് ഈ റിപ്പീറ്റഡ്ലി ട്രോമ ഉണ്ടാവുന്നവരിലാണോ അതോ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മനസ്സിൽ അത്രയും ആഘാതമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുള്ളവരിലാണോ ഏറ്റവും കൂടുതൽ? റിപ്പീറ്റഡ്ലി ഗൗരവമേറിയിട്ടുള്ള ട്രോമ അനുഭവിച്ച ആളുകളിൽ കോംപ്ലക്സ് PTSD എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ഗൗരവമേറിയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് മാറും. അത് കുറച്ച് കാലം നീണ്ടു നിൽക്കുന്ന രീതിയിൽ കാര്യമായിട്ട് ജീവിതത്തിനെ ബാധിക്കുന്ന രീതിയിൽ വരും. അതിനെയാണ് കോംപ്ലക്സ് PTSD എന്ന് പറയുന്നത്. സാധാരണ വരുന്ന PTSDകൾ ഒരൊറ്റ എപ്പിസോഡ് ഓഫ് ട്രോമേൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ആ ഒരു റിലേറ്റഡ് എപ്പിസോഡ്സ് ഓഫ് ട്രോമേൻ്റെ ഭാഗമായിട്ടാണ് റീക്രിയേഷൻ വരുന്നത്. ഇപ്പോൾ ഈ കോംപ്ലക്സ് PTSDനെ കുറിച്ച് പറഞ്ഞല്ലോ, അതിൻ്റെ അപ്പോൾ സിംറ്റംസ് എന്താ? ഇതുമായിട്ട് നോർമൽ PTSDയുമായിട്ട് സമാനമാണോ ലക്ഷണങ്ങൾ? നോർമൽ PTSDൻ്റെ പല ലക്ഷണങ്ങളും പക്ഷേ തീവ്രമായ രീതിയിൽ കോംപ്ലക്സ് PTSDയിൽ കാണാൻ പറ്റും. അതുകൂടാതെ സ്വയം പോരായ്മ അല്ലെങ്കിൽ ഞാൻ മോശമാണെന്നുള്ളൊരു ചിന്താഗതി, സ്വന്തമായിട്ട് വേദനിപ്പിക്കാനുള്ള തോന്നൽ, സെൽഫ് ഹാമിങ് ബിഹേവിയർ, സൂയിസൈഡാലിറ്റി, ഇതൊക്കെ കൂടുതലായിട്ടും കോംപ്ലക്സ് PTSDയിൽ വരും. ഇത് അത്ര പെട്ടെന്ന് മാറുന്ന ഒരു സംഭവമല്ല. കുറച്ച് കാലം നീണ്ടു നിൽക്കും. ഒരാളുടെ ക്യാരക്ടർ തന്നെ ചിലപ്പം മാറിപ്പോകുന്ന പോലെ കാണാം. പണ്ടത്തെ പേര് എൻഡ്യൂറിങ് പേഴ്സണാലിറ്റി ചേഞ്ചസ് ഫോളോയിങ് ട്രോമ എന്നായിരുന്നു ഇതിൻ്റെ പേര്. ഇപ്പോൾ കോംപ്ലക്സ് PTSD എന്നുള്ള പേര്. അതായത് ഒരാളുടെ വ്യക്തിത്വം തന്നെ മാറുന്ന രീതിയിലുള്ള കഠിനമായിട്ടൊരു ട്രോമ, സിവിയറായിട്ടുള്ളൊരു ട്രോമ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് കോംപ്ലക്സ് PTSD. കുട്ടികളുടെ കാര്യം വരുമ്പോൾ എല്ലാവരുടെയും പൊതുവെയുള്ള ധാരണ കുട്ടികളെ ഇങ്ങനത്തെ മാനസികാരോഗ്യം പ്രശ്നങ്ങളൊന്നും ബാധിക്കില്ല. അവർ ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിലും അവരുടെ വാശിയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളുടെ ഭാഗമായിട്ടുള്ളതായിരിക്കും എന്ന് വിചാരിക്കുന്നവരാണ്. പക്ഷെ കുട്ടികളിലും ഈ PTSD പ്രകടമാണ് അല്ലേ? അവരിൽ അപ്പോൾ എന്തൊക്കെ രീതിയിലുള്ള സിംറ്റംസ് ആയിരിക്കും ഉണ്ടാവുക? അപ്പോൾ കുട്ടികളിൽ പ്രത്യേകിച്ചും 6 വയസ്സിന് താഴെയുള്ള ആളുകളിൽ സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളല്ല PTSDയിൽ കാണുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു എപ്പിസോഡ് ഒരു ഇവൻ്റ് ഉണ്ടായതിന് ശേഷം ആ കുട്ടികളുടെ പെരുമാറ്റത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരികയാണെങ്കിൽ അത് PTSDൻ്റെ ലക്ഷണമാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഉദാഹരണത്തിന് അതുവരെ വലിയ കുഴപ്പമില്ലാത്ത പോയ ഒരാൾ അമിതമായിട്ട് വാശി കാണിക്കുകയാണ്, ടെമ്പർ ടാൻട്രംസ് കാണിക്കുകയാണ്, അല്ലെങ്കിൽ പഠനത്തിലും മറ്റു കാര്യങ്ങളിലും വളരെയധികം പിന്നോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ആളുടെ പ്രായത്തിൽ അച്ചീവ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും തിരിച്ച് പിന്നോട്ടേക്ക് പോവുകയാണ്. ഉദാഹരണത്തിന് ഉറങ്ങുന്ന സമയത്ത് അറിയാതെ മൂത്രം പോകുന്നു. അതൊക്കെ അതൊക്കെ മാറി ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ട്രോമ കഴിഞ്ഞ് അത് വീണ്ടും തിരിച്ച് ആ ഒരു ചെറിയ കുട്ടീൻ്റെ ആ ഒരു ലെവലിലേക്ക് പോകും. ഇതിന് നമ്മൾ റിഗ്രഷൻ എന്നാണ് മനഃശാസ്ത്രത്തിൽ പറയുന്നത്. റിഗ്രസ് ചെയ്യാണ് കുട്ടികളുടെ വളർച്ച. അപ്പോൾ അതൊക്കെ PTSDൻ്റെ ലക്ഷണങ്ങളാണ്. അതുകൂടാതെ അവർ കളിക്കുമ്പോഴും അല്ലെങ്കിൽ അവർ പടം വരയ്ക്കുമ്പോഴൊക്കെ ഈ ഒരു ഇവൻറ്റുമായി ബന്ധപ്പെട്ട് ഈ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെ ആ തീം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഒരാൾ നഷ്ടപ്പെട്ടു പോകുന്ന ആ പടം വരയ്ക്കുന്ന പടങ്ങളിൽ മരണം, നഷ്ടം, അതൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഈ രീതിയിലൂടെയാണ് കുട്ടികൾക്ക് ഈ ഒരു PTSD ലക്ഷണങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അല്ലാണ്ട് അവർ പൊതുവേ ഈ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാറില്ല. കുട്ടികളിൽ ട്രോമ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ മുതിർന്നവരിലെ പോലെ ആയിരിക്കില്ലല്ലോ. അവരിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടായിരിക്കും ട്രോമ ഉണ്ടാവുക? കുട്ടികളിൽ ഈ ഏറ്റവും ട്രോമാറ്റിക് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അവരുടെ പാരൻസിൻ്റെ ആ ഒരു നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. അപ്പം നമ്മുടെ ഈ വയനാട് തന്നെ പലപ്പോഴും പല കുട്ടികൾക്ക് ആ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒരാളോ അല്ലെങ്കിൽ 2 പേരോ
നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ട്രോമ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് സ്ഥിരമായിട്ട് അവർ വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്നും പെട്ടെന്നൊരു മാറ്റം വരികയാണ്. ക്യാമ്പിലേക്ക് മാറുക അല്ലെങ്കിൽ വേറൊരു കുടുംബക്കാരുടെ വീട്ടിലേക്ക് മാറുക, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ അവരെ വലിയ രീതിയിൽ വലിയ വലിയ പ്രശ്നങ്ങളായിട്ടാണ് അവർക്ക് ഈ വലിയൊരു സംഭവം ഉൾക്കൊള്ളാനായിട്ടുള്ള ആ ഒരു പക്വത ആയിട്ടുണ്ടാവില്ല. പക്ഷെ അവരുടെ ലൈഫിൽ ഈ ചെറിയ സംഭവങ്ങൾ പോലും ഭയങ്കര ചെറിയ സംഭവം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ പാരൻസിൻ്റെ അടുത്തില്ലാതാവുക അല്ലെങ്കിൽ പാരൻസ് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ചെറിയ സംഭവമല്ല. പക്ഷേ ഈവൻ ചെറിയ സംഭവങ്ങൾ പോലും അത് വളരെ വലിയ രീതിയിൽ അവരെ എഫക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് റീസൺ ഉണ്ടോ? അതായത് ഇപ്പം എല്ലാ കുട്ടികളെയും ഇത് ബാധിക്കണമെന്നില്ലല്ലോ. ഇല്ല. അപ്പം എങ്ങനത്തെ കുട്ടികളായിരിക്കും കൂടുതൽ സാധ്യത ഉള്ളത്? അങ്ങനെ എന്തെങ്കിലും? അതെ, അതായത് പൊതുവേ പ്രതിസന്ധികൾ തരണം ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ട്, സ്വസിദ്ധമായിട്ട് പല ആളുകൾക്കുണ്ട്. ചില ആളുകൾക്ക് എന്ത് പ്രശ്നം വന്നാലും അവർ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. ചില ആൾക്ക് ചെറിയ പ്രശ്നങ്ങൾ പോലും തരണം ചെയ്യാൻ പറ്റാത്ത ആ ഒരു റെസിലിയൻസ് എന്ന് പറയുമല്ലോ. അപ്പോൾ റെസിലിയൻസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ നല്ല റെസിലിയൻസ് ഉള്ള കുട്ടികളാണെങ്കിൽ അങ്ങനെ അമിതമായിട്ട് വാശി പിടിക്കുന്ന ദേഷ്യം ഒന്നുമില്ലാത്ത രീതിയിലുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് PTSD വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഇതേ സമയം ഭയങ്കര ഇമോഷണലാവുന്ന, പെട്ടെന്ന് സ്ട്രെസ്ഡ് ആവുന്ന, കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ആ ഒരു ടെമ്പർമെൻറ്റ്, ആ ഒരു ക്യാരക്ടറുള്ള കുട്ടികൾക്ക് PTSD വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മുതിർന്നവരുടെ കാര്യത്തിലും ഈ പറഞ്ഞ പോലെ തന്നെയായിരിക്കും അല്ലേ? കുട്ടി ചെറുപ്പത്തിലെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ആളുകൾ മുതിർന്ന് വരുമ്പോഴും അവർക്കും ഇതേ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം ഇങ്ങനത്തെ ടെൻഷൻ അടിക്കുന്ന പ്രകൃതിയുള്ള ആൾക്കാർ റിസ്ക് കൂടുതലായിരിക്കും PTSD വരാനായിട്ട്. ട്രോമയിലൂടെ കടന്നുപോയ ആൾക്കാരിൽ PTSD വന്നിട്ടുള്ള ആൾക്കാരിൽ അവരുടെ ക്രിയേറ്റീവ് സൈഡിലും കൂടി അത് എഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. നേരത്തെ സൽമാൻ റുഷ്ദി എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്, ആൾക്ക് നേരണ്ടായ വധശ്രമത്തിന് ശേഷം ആളുടെ ഒരു കണ്ണിലെ കാഴ്ചയും പോയി, ഒരു കൈ തളർന്നും പോയി. അതിനുശേഷം അദ്ദേഹം എഴുതാനിരുന്ന സമയത്തൊക്കെ ആ പഴയ മെമ്മറീസ് വരും. ഒരു പേജ് പോലും പ്രോപ്പറായിട്ട് എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. ഒരു ഇമോഷണലായിട്ട് കാര്യങ്ങളെ ഡീൽ ചെയ്യുന്ന അവസ്ഥയെ മാത്രമല്ല, അവരുടെ ജോലിയെ, തൊഴിലിടത്തിനെ ഒക്കെ ബാധിക്കുന്ന രീതിയിൽ ഇത് എഫക്റ്റ് ചെയ്യാം അല്ലേ? കറക്റ്റ്. അതിൽ നമ്മൾ സൽമാൻ റുഷ്ദീൻ്റെ ആ ഒരു ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ PTSDൻ്റെ ലക്ഷണങ്ങളിൽ അവോയ്ഡൻസ് എന്ന് പറഞ്ഞല്ലോ. അതായത് ഈ ഒരു ട്രോമയുമായി കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുക. കാരണം എഴുതാൻ തുടങ്ങുമ്പോൾ പിന്നീട് ആ ഒരു ഓർമ്മകൾ വരും. ഓർമ്മ വരുമ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഉത്കണ്ഠേൻ്റെ ലക്ഷണങ്ങളും ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെ അത് അവോയ്ഡൻസ് ബിഹേവിയറായിട്ട് മാറും. പക്ഷേ ഒരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഒരു പകുതിയോളം ആളുകളിൽ PTSD കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ കുറഞ്ഞ് റിസോൾവായി വരും. ബാക്കിയുള്ള ആളുകളിൽ ചിലപ്പോൾ അത് നീണ്ടു നിന്ന് കോംപ്ലിക്കേറ്റഡ് ആക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വീട്ടകങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനത്തെ സ്പേസിലൊക്കെ ഒരു തൊഴിലിടത്തിലൊക്കെ ആണെങ്കിൽ എങ്ങനെ ആൾക്കാർക്ക് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ മെൻ്റൽ ഹെൽത്തിനെ ഈ PTSDന്ന് കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലായി. അതായത് അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം ഇതിലൊരു റീഹാബിലിറ്റേഷൻ്റെ എലിമെൻറ്റ് വരുന്നുണ്ട്. അതായത് നമ്മൾ ഈ ദുരന്തം അനുഭവിച്ച ആൾക്കാർ തിരിച്ച് ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു സാഹചര്യമാണല്ലോ അത്. അപ്പോൾ ആ ഒരു സമയത്ത് പണ്ടത്തെ രീതിയിലുള്ള ഒരു ഫങ്ഷനിങ് ചിലപ്പോൾ എല്ലാവർക്കും പറ്റണമെന്നില്ല. ഇപ്പോൾ ജോലി സ്ഥലത്താണെങ്കിലും പണ്ടത്തെ രീതിയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം PTSDൻ്റെ മറ്റൊരു ലക്ഷണം എന്ന് വെച്ചാൽ അവരുടെ ഓർമ്മക്കുറവും ശ്രദ്ധക്കുറവും ഇതിൻ്റെ ഭാഗമായിട്ട് വരാം. ആ ഒരു അമിതമായിട്ടുള്ള ഉത്കണ്ഠാവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ പല കാര്യങ്ങളും മിസ്സായി പോവും, പല കാര്യങ്ങളും മറന്നു പോവും. ചില കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങൾ, പല കാര്യങ്ങളും ഒരുമിച്ച് വരുമ്പോൾ അതെല്ലാം കൂടി മൾട്ടി ടാസ്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരാം. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഒരു കൊളീഗ് എന്നുള്ള രീതിയിൽ, നമ്മുടെ ജോലി സ്ഥലത്തൊക്കെയുള്ള കൊളീഗ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള അക്കോമഡേഷൻ ചെയ്യുക, ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആ വ്യക്തി തയ്യാറാവണം. അല്ലാതെ നമ്മളായിട്ട് അവരെ നിർബന്ധിച്ചിട്ട് ആ ഒരു കാര്യത്തിനെക്കുറിച്ച് സംസാരിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ചിലപ്പോൾ അങ്ങനെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ വീണ്ടും ആ ഒരു എക്സ്പീരിയൻസ്, ആ ഫ്ലാഷ് ബാക്കുകളൊക്കെ വന്ന് കൂടുതൽ വഷളാവാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ അവർക്ക് പറയാൻ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ പറയാനുള്ളൊരു സന്നദ്ധത കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ആളാണെങ്കിൽ നമുക്കതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഐഡിയലി എനിക്ക് തോന്നുന്നത് ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ രീതിയിൽ മാനേജ് ചെയ്യുന്നതായിരിക്കും PTSDക്ക് ഏറ്റവും നല്ലതെന്നുള്ളത്. സാധാരണ ഒരാളോടോ അല്ലെങ്കിൽ സുഹൃത്തിനോടോ ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടുകൾ പറയാം, വിഷമങ്ങൾ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം.
പക്ഷെ പലരും അതിനെ താരതമ്യപ്പെടുത്തിയോ അല്ലെങ്കിൽ ആളുടെ നോക്കുമ്പോൾ ഇതൊക്കെ എന്താ, അല്ലെങ്കിൽ മറ്റേ വിഷയങ്ങൾ നോക്കുമ്പോൾ ഇതൊക്കെ സില്ലി അല്ലേ എന്ന രീതിയിൽ ജനറലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ ആശ്വസിപ്പിക്കാനാണെങ്കിൽ ആ രീതിയിൽ സംസാരിക്കുന്നവരായിരിക്കുമല്ലോ കൂടുതൽ. പക്ഷെ ഒരു എക്സ്പേർട്ട് ആയിരിക്കുമ്പോൾ കുറച്ചും കൂടിയും ആ രീതിയിൽ ആ ആളനുഭവിക്കുന്ന അവസ്ഥയോട് കുറച്ചും കൂടി താതാത്മ്യം ഉണ്ടാവാൻ. ഈ ഒരു മാനസിക സമ്മർദ്ദം, വിഷാദം അനുഭവിക്കുന്ന ഒരു രോഗി എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അനുഭവിക്കുന്ന ആളുകൾക്ക് മാത്രമേ അത് എത്രത്തോളം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ പലപ്പോഴും ഇദ്ദേഹത്തിനോട് പലരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒന്ന് പുറത്തൊക്കെ പോയി സിനിമയൊക്കെ ഒന്ന് കാണുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുക, അപ്പോൾ അതൊക്കെ മാറും എന്നുള്ളതാണ്. അങ്ങനെ മാറുന്നൊരു അവസ്ഥയല്ല ശരിക്കും ഈ പറഞ്ഞ പല മാനസികമായ ബുദ്ധിമുട്ടുകളും. വിഷാദ രോഗമാണെങ്കിലും ഉത്കണ്ഠ രോഗമാണെങ്കിലും PTSD ഒക്കെ ആണെങ്കിലും അത് അതിൻ്റെ മുകളിലേക്ക് പോയിട്ടുള്ളൊരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ചികിത്സ എടുക്കണം. അതിന് പല ശാസ്ത്രീയമായ ചികിത്സാ രീതികളുണ്ട്. ഇപ്പോൾ PTSDൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ട്രോമ ഫോക്കസ്ഡ് CBT അല്ലെങ്കിൽ ട്രോമ ഫോക്കസ്ഡ് കോഗ്നിറ്റീവ് ബിഹേവിയൽ തെറാപ്പി, പിന്നെ ഐ മൂവ്മെൻറ്റ് ഡീസെൻസിറ്റൈസേഷൻ ആൻഡ് റീപ്രോസസ്സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള ചികിത്സകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പരിധി വരെ യൂസ്ഫുള്ളാണ്. പക്ഷേ ഒരു ശതമാനം ആളുകളിൽ അമിതമായിട്ടുള്ള ഉറക്കക്കുറവും കാര്യമായിട്ടുള്ള ഈ ഒരു പാനിക് റിലേറ്റഡ് ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ചെറിയൊരു മെഡിസിൻ്റെ സഹായം കൂടി ഉണ്ടെങ്കിൽ വളരെ യൂസ്ഫുള്ളായിരിക്കും. നമ്മൾ ഇപ്പോൾ ഈ ആങ്സൈറ്റിയുമായിട്ട് ഇത് റിലേറ്റഡ് ആണല്ലോ, അതായത് ഒരു പരിധിവരെ ആങ്സൈറ്റി സിംറ്റംസും കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പാനിക് അറ്റാക്ക് അല്ലെങ്കിൽ ആങ്സൈറ്റി അറ്റാക്ക് എന്നുള്ള സാഹചര്യവും ഇതുമായിട്ട് ബന്ധമുണ്ടോ? ഒന്നാമത്തെ. രണ്ടാമത്തെ, ഈ PTSDയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരിൽ ഈ രണ്ട് പാനിക് അറ്റാക്ക് അല്ലെങ്കിൽ ആങ്സൈറ്റി അറ്റാക്ക് പോലുള്ള സാഹചര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. ഈ പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് ആങ്സൈറ്റി വരുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ അമിതമായിട്ട് ഉത്കണ്ഠ അല്ലെങ്കിൽ വേവലാതി വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിൽ ശാരീരികമായിട്ട് കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെഞ്ചിടിപ്പ് പോലെ വരിക, നെഞ്ചിലും വയറിലും ഒരു അസ്വസ്ഥത വരുന്ന പോലെ ഫീൽ ചെയ്യുക, തൊണ്ട വരള്, കൈ വിറയ്ക്കുക, ശരീരമാകെ വിയർക്കുക. അതുകൂടാതെ എന്തോ ഭയങ്കരമായൊരു സംഭവം വരുന്നു അല്ലെങ്കിൽ ഞാൻ മരിക്കാൻ പോകുന്നു എന്നുള്ളൊരു ചിന്തയൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ പലപ്പോഴും പാനിക് അറ്റാക്ക് അനുഭവിക്കുന്ന ആൾക്കാർ പലപ്പോഴും അതൊരു ഹാർട്ട് അറ്റാക്ക് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും കാണുക. കാരണം നെഞ്ചിൽ അസ്വസ്ഥതയുണ്ട്, നെഞ്ചിടിപ്പുണ്ട്, ഞാൻ മരിച്ചു പോകുമെന്നുള്ളൊരു ഭയമുണ്ട്. അപ്പോൾ പലപ്പോഴും നേരെ കാഷ്വാലിറ്റിയിലേക്ക് പോവും, ഒരു അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകും. അവിടെ ECG എടുത്ത് നോക്കും. ഇപ്പോൾ ECGയിൽ കാര്യമായ പ്രശ്നമൊന്നും കാണില്ല, ഹൃദയമടിപ്പ് കുറച്ച് കൂടിയിട്ടുണ്ടാവും, പക്ഷേ കാര്യമായ പ്രശ്നമൊന്നും കാണില്ല. അപ്പോൾ അങ്ങനെ അവർ തിരിച്ചു വിടും. പക്ഷേ വീണ്ടും ഇതേപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ പലപ്പോഴും കുറേ പ്രാവശ്യം ഹോസ്പിറ്റൽസിൽ പോയി ECG മറ്റ് ടെസ്റ്റുകളൊക്കെ എടുത്ത് നോർമലാണെന്ന് കണ്ടതിന് ശേഷമാണ് പലപ്പോഴും ഇത് പാനിക് അറ്റാക്ക് ആണെന്നുള്ള കാര്യം ഡയഗ്നോസ് ചെയ്ത് ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ അടുത്തേക്ക് ഇവരെത്തിപ്പെടുന്നത്. അപ്പോൾ ഈ സമയത്ത് ശ്വാസം കിട്ടാത്ത ശ്വാസം കിട്ടാത്ത പോലത്തെ ഒരു പ്രതീതിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ വരുന്ന ഇതേ പ്രശ്നങ്ങൾ തന്നെയാണ് PTSDയിൽ ഉണ്ടാവുക. പ്രശ്നം എന്താ വെച്ചാൽ ഈ പാനിക് അറ്റാക്കിൽ ചിലപ്പോൾ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാവില്ല, ഒരു കാര്യവുമില്ലാതെ ആയിരിക്കും പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു എപ്പിസോഡ് ട്രിഗർ ചെയ്യുന്നത്. ട്രിഗറിംഗ് പോയിന്റ് ഒന്നും ഇല്ലാതെ തന്നെ ഇല്ലാതെയും വരാം. അതിനെയാണ് പാനിക് ഡിസോർഡർ എന്ന് പറയുന്നത്. പാനിക് അറ്റാക്സ് പല രീതിയിൽ വരാം, പക്ഷേ പാനിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഒരു ട്രിഗറിംഗ് പോയിന്റും ഇല്ലാതെ തന്നെ പാനിക് അറ്റാക്ക് വരുന്നത് തന്നെയാണ്. അതേസമയം ഇപ്പോൾ ചില സാഹചര്യം, ഇപ്പോൾ സോഷ്യൽ ഫോബിയ, ആളുകളുടെ ഇടയിൽ ഇറങ്ങി ചെല്ലുമ്പോൾ ചില ആളുകൾക്ക് പാനിക് വരാം. അതേപോലെ ഉയരങ്ങളിലേക്ക് കയറുമ്പം ക്ലോസ്ട്രോഫോബിയ, ചെറിയ സ്പേസിലേക്ക് എത്തുന്ന സമയത്ത് പാനിക് അറ്റാക്ക്, അതിനൊക്കെ പ്രത്യേക കാരണങ്ങളുണ്ട്. ചിലപ്പോൾ ഒരു കാരണമില്ലാതെ പാനിക് അറ്റാക്ക് വരാം, അതിനെ പാനിക് ഡിസോർഡർ എന്ന് പറയും. പക്ഷേ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിൽ വരുന്ന പാനിക് അറ്റാക്ക് ഈ ഓർമ്മകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ചിലപ്പോൾ ഈ എക്സ്പീരിയൻസിങ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പാനിക് അറ്റാക്ക് വരാം, അല്ലെങ്കിൽ ഈ ദുസ്വപ്നങ്ങൾ വരുന്നതിൻ്റെ ഭാഗമായിട്ട് പാനിക് അറ്റാക്ക് വരാം. ഈ ഒരു ട്രോമയുമായി ബന്ധപ്പെട്ട് ട്രോമയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളുമായിട്ട് എക്സ്പോഷർ വരുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഒക്കെ പാനിക് അറ്റാക്ക് ട്രിഗർ ചെയ്യാൻ സാധ്യതയുണ്ട്. നമുക്ക് ഈ PTSDയുടെ ചികിത്സയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള ചികിത്സാ രീതികളാണ് ഇവർക്ക് കൊടുക്കുക? അപ്പോൾ അതൊരു പ്രൈമറിലി നമുക്ക് ചികിത്സയിലേക്ക് പോകുന്നതിന് മുമ്പേ PTSD വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതാണ്, കാരണം ആ ഒരു പ്രകൃതി ദുരന്തം കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയമാണ്, കുറേ ആളുകളുടെ ജീവിതം എഫക്റ്റഡ് ആയിട്ടുള്ള ടൈമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം
പണ്ടത്തെ ജീവിതത്തിലേക്ക് ഏറ്റവും ക്ലോസ് ആയ രീതിയിൽ നമുക്ക് പൂർണ്ണമായിട്ടും പറ്റില്ല, പക്ഷേ ആസ് ക്ലോസ് ആസ് പോസിബിൾ ടു ദ പ്രീവിയസ് ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നമുക്ക് എത്തിക്കാൻ നോക്കണം. അപ്പോൾ ഒരു കൃത്യമായ റുട്ടീനിലൂടെ ഉറങ്ങുക, എഴുന്നേൽക്കുക, ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ PTSD വരാനുള്ള സാധ്യത കുറവാണ്. ഇത് കൂടാതെ സോഷ്യൽ സപ്പോർട്ട്, അതായത് ഇതേ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടാവുന്ന അവർക്ക് ഒരുമിച്ച് വരുന്ന സമയത്ത് അവർക്ക് ആ ഒരു പിന്തുണ പിന്നീട് PTSD വരാതിരിക്കാനായിട്ട് ഭയങ്കരമായിട്ട് സഹായിക്കും. അപ്പോൾ ആ ഒരു സോഷ്യൽ ആ ഒരു ഫീലിംഗ്, ആ ഒരു സപ്പോർട്ട് ഈ പറഞ്ഞ ക്യാമ്പുകളിൽ ഡെവലപ്പ് ചെയ്യാനായിട്ടും അതിനുശേഷം ക്യാമ്പുകളിൽ നിന്നും പിന്നെ റീഹാബിലിറ്റേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ആ ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് നമ്മളെപ്പോഴും ശ്രമിക്കണം. ഇത് കൂടാതെ PTSDൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് വേണം. ഇത് കൂടാതെ നമുക്ക് PTSD വരാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്നൊരു ടെക്നിക്കാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അതിപ്പോൾ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല, അത് ആർക്കും കൊടുക്കാം. അതായത് അവരോട് സംസാരിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കാനായിട്ട് സഹായിക്കുകയും അതേപോലെ തന്നെ അവർക്ക് ഈ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, നിർബന്ധിച്ച് ചെയ്യല്ല, ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് നമുക്ക് എല്ലാവർക്കും ചെയ്യാം. അപ്പം നമുക്ക് ഈ വോളണ്ടിയറായിട്ട് പോകുന്ന ആളുകൾക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ PTSD വരാനുള്ള സാധ്യത ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷേ PTSDൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സയിലേക്ക് മാറണം. 2 ചികിത്സയാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് മനഃശാസ്ത്രപരമായ ചികിത്സയും, 2 മരുന്നുകളുടെ സഹായത്തോടു കൂടെയുള്ള ചികിത്സയും. മനഃശാസ്ത്രപരമായ ചികിത്സയിൽ നമ്മൾ ട്രോമ ഫോക്കസ്ഡ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി അല്ലെങ്കിൽ ട്രോമ ഫോക്കസ്ഡ് CBT എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതിയാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഈ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ കോഗ്നിഷൻ അഥവാ നമ്മൾ ചിന്തിക്കുന്ന രീതി, അതിലുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ബിഹേവിയർ, നമ്മൾ പെരുമാറുന്ന പല രീതി, അതിലുള്ള പല മാറ്റങ്ങളും വരുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇത് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് കൗൺസിലിംഗ് ആണ് ഈ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്നത്. ഇത് കൂടാതെ പിന്നെ ശാസ്ത്രീയമായിട്ട് കുറച്ച് എവിഡൻസ് ഉള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഐ മൂവ്മെൻറ്റ് ഡീസെൻസിറ്റൈസേഷൻ ആൻഡ് റീപ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു തെറാപ്പിയാണ്. ഇതിൽ ബേസിക്കലി കണ്ണുകളുടെ മൂവ്മെൻറ്റ് ഉപയോഗിച്ച് ആ ഒരു ട്രോമയെ കുറച്ചും കൂടി പ്രോസസ്സ് ചെയ്യാനായിട്ട്, മാനേജ് ചെയ്യാനായിട്ട് ഒരു മനഃശാസ്ത്രജ്ഞൻ പേഷ്യൻറ്റിനെ എനേബിൾ ചെയ്യുന്നൊരു പ്രൊസീജിയറാണിത്. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ തെറാപ്പിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനീഷ്യലി ആദ്യത്തെ കുറച്ച് സമയം ഈ ബുദ്ധിമുട്ടുകളൊക്കെ കൂടും. കാരണം ആ ഉള്ളിലേക്ക് നമ്മൾ സപ്രസ് ചെയ്ത് വെച്ച പല ഓർമ്മകളും ട്രോമകളൊക്കെ പുറത്തേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടും. പിന്നീടാണ് അതിൽ റിക്കവറി ഉണ്ടാകുന്നതായിട്ട് കാണുന്നത്. രണ്ടാമത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഈ പറഞ്ഞ പോലെ മരുന്നിൻ്റെ സഹായമാണ്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ ഇവർക്കുണ്ടാവുന്ന ആ ഒരു ഉറക്കക്കുറവാണ്. അപ്പോൾ ഉറക്കക്കുറവിന് നമുക്ക് ഏറ്റവും സഹായിക്കുന്ന രീതിയിലുള്ള മനസ്സിന് റിലാക്സേഷൻ കിട്ടുന്ന രീതിയിലുള്ള മെഡിസിൻസ് നമുക്ക് കൊടുക്കാം. അത് അമിതമായിട്ടുള്ള PTSD ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഈ ചിന്തകൾ കുറയ്ക്കാനും ഈ പറഞ്ഞ അമിതമായ ഉത്കണ്ഠാവസ്ഥകളൊക്കെ മാറാനും വേണ്ടിയിട്ടുള്ള ചില മെഡിക്കേഷൻസ് നമുക്ക് SSRI പോലത്തെ മെഡിക്കേഷൻസും ചില സ്പെഷ്യൽ കേസുകളിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്.